നോക്കാൻ പോകുന്നത് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഒറ്റ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് സെറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ലെങ്തി ചാപ്റ്റർ, അത്യാവശ്യമല്ല വളരെയധികം ലെങ്തി ചാപ്റ്റർ ആണ്. പക്ഷേ എങ്കിലും നമ്മളിത് സെറ്റ് ആകും. എത്ര സമയം കുറച്ച് പറയാമോ അത്രയും സമയത്തിനുള്ളിൽ മിസ് കുറച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിസ് ഒരു കാര്യം പറയാം. നമ്മുടെ ഇക്കോണമിയിൽ ഒരുപാട് ഗുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യാറുണ്ട് അല്ലേ, ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കാറുണ്ട്. പക്ഷെ എന്താ, നമ്മുടെ എളുപ്പത്തിന്, എക്കണോമിക്സ് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഗുഡ്സിനെ എന്താ രണ്ടെണ്ണമായിട്ട് മാത്രം നമ്മൾ ചുരുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ എക്കോണമിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എക്കണോമിക്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് ഗുഡ്സ് മാത്രമാണുള്ളത്. ഓക്കെ, 2 ഗുഡ്സ് മാത്രമാണുള്ളത് നമുക്കുള്ളത്. ഗുഡ് 1 ഉണ്ട്, ഗുഡ് 2 ഉണ്ട്. അപ്പോൾ അതിനെ പേര് വിളിക്കാൻ എളുപ്പത്തിന് നമ്മൾ എന്ത് വിളിക്കും? x1 എന്നും വിളിക്കും, x2 എന്നും വിളിക്കും. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ആയിരിക്കും എഴുതുക, x1, x2 ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്. ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്യുക. ആൻഡ് ഈ x1 എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് 1 എത്ര അളവിൽ മേടിച്ചു, എത്ര കിലോ മേടിച്ചു എന്നാണ്. ആൻഡ് x2 എന്ന് പറയുന്നത് ഗുഡ് 2 നമ്മൾ എത്ര അളവിൽ മേടിച്ചു എന്നാണ്. ഇപ്പോൾ നോക്കിയേ, നമ്മളിത് ഗുഡ് 1 എന്ന് പറയുന്നത് റൈസ് ആണെന്ന് വിചാരിക്കുക, ഗുഡ് 2 എന്ന് പറയുന്നത് ഷുഗർ ആണെന്ന് വിചാരിക്കുക. അരി നമ്മളൊരു 5 കിലോ മേടിച്ചു, നമ്മുടെ പഞ്ചസാര ഒരു 2 കിലോ മേടിച്ചു. ഇങ്ങനെയാണ് സംഭവം വരിക. അപ്പം ഇങ്ങനെ എന്താണ്, ഏത് കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ അരി 10 കിലോ മേടിച്ചു, പഞ്ചസാര 5 കിലോ മേടിച്ചു. ഇങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ കാണും. ഈ ഒരു 2 ഗുഡ്സിന്റെ കോമ്പിനേഷൻ കാണും. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് വിളിക്കും. എന്താണ് കൺസംഷൻ ബണ്ടിൽ, അഥവാ വെറുതെ നമ്മൾ വിളിക്കും എന്താണ്, അല്ലെങ്കിൽ നമ്മൾ വെറും ബണ്ടിൽ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ നോക്കിയേ, എനി കോമ്പിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് 2 ഗുഡ്സ് വിൽ ബി കോൾഡ് കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഗുഡ് 1 നമ്മൾ x1 എന്ന് പറയും, ഗുഡ് 2 നമ്മൾ x2 എന്ന് പറയും. ഇതൊന്നെങ്കിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ 0 ആവാം. ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് എന്താ, x1 എന്ന് പറയുന്നത് എന്താ, ഗുഡ് 1 എത്ര കിലോ നമ്മൾ മേടിച്ചു, x2 എന്ന് പറയുന്നത് എന്താ, ഗുഡ് 2 നമ്മൾ എത്ര കിലോ മേടിച്ചു എന്നാണ് ഉള്ളത്. ഓക്കെ, ആൻഡ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്ത് നോക്കിയേ, നല്ല വിശന്നിരിക്കുന്ന സമയത്ത് നമുക്കൊരു ചിക്കൻ ബിരിയാണി തന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ചിക്കൻ ബിരിയാണിക്ക് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഉണ്ടാവും അല്ലേ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്, യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെന്താ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ തോന്നും. അപ്പോൾ ഐസ്ക്രീമിന് എന്തിനുള്ള കഴിവുണ്ട്, നമ്മുടെ വോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പവർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, യൂട്ടിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എബിലിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഓർ എ സർവീസ് ടു സാറ്റിസ്ഫൈ കൺസ്യൂമർ വാണ്ട്സ് അല്ലെ. ആ ബിരിയാണിക്ക് എന്താ, നമ്മുടെ വിശപ്പ് എന്താ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ, പവർ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. നമുക്ക് യൂട്ടിലിറ്റി മെയിനായിട്ട് 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ആണ് എന്താ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്, ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്ന് പറയുന്നത് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പോൾ നമുക്ക് ഓരോന്നുകൊണ്ട് നോക്കാം. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താ നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ നോക്കി നോക്കി, ഒരു കുഴിമന്തി നമ്മൾ കഴിച്ചു, കുഴിമന്തി കഴിച്ച് കഴിഞ്ഞപ്പോൾ മിസ്സിന് എത്ര കിട്ടി, 10 യൂട്ടിലിറ്റി കിട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. ഈ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് നമ്മൾ നമ്പേഴ്സിൽ മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കത് നോക്കണം, എങ്ങനെയാണ് സംഭവം വരുന്നത് നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ നമ്മൾ 2 രീതിയിൽ മെഷർ ചെയ്യുന്നുണ്ട്. ഒന്നാണ് എന്താ, ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയും, ആൻഡ് സെക്കൻഡ് വൺ ആണ് എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ടോട്ടൽ യൂട്ടിലിറ്റിനെ നമ്മൾ TU എന്നും വിളിക്കും, മാർജിനൽ യൂട്ടിലിറ്റിനെ MU എന്നും വിളിക്കും. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മന്തി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് കഴിച്ചു, ആദ്യം നമ്മളൊരു മാംഗോ ബാർ കഴിച്ചു, വിശപ്പ് മാറാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി, നമുക്കൊരു 10 യൂട്ടിലിറ്റി കിട്ടി നമുക്ക് വെക്കാം, 10 യൂട്ടിലിറ്റി കിട്ടി. ആൻഡ് എന്നിട്ട് നമ്മുടെ വിശപ്പ് മാറിയില്ല. അപ്പോൾ നമ്മൾ എന്തെടുത്തു, അടുത്തൊരു നട്ടി ചോക്കോ ബാർ കഴിച്ചു. നട്ടി ചോക്കോ ബാർ കഴിച്ചപ്പോൾ നമുക്ക് 30 യൂട്ടിലിറ്റി ആയി, 30 യൂട്ടിലിറ്റി നമുക്ക് കിട്ടി. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ എന്താ, എന്നിട്ട് നമ്മുടെ വിശപ്പ് മാറിയില്ല. അപ്പോൾ നമ്മൾ സാധാ ഒരു ചോക്കോബാർ മേടിച്ചു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഒരു 50 യൂട്ടിലിറ്റി കിട്ടിയെന്ന് വെക്കുക, 50 യൂട്ടിലിറ്റി കിട്ടിയെന്ന് വെക്കുക. നമ്മൾ ആദ്യം കഴിച്ച മാംഗോ ബാറിൻ്റെ എല്ലാം നോക്കുന്നത്, രണ്ടാമത് കഴിച്ച നട്ടി ചോക്കോബാറിൻ്റെ എല്ലാം നോക്കുന്നത്, മൂന്നാമത് കഴിച്ച സാധാ ചോക്കോബാറിൻ്റെ അല്ല നമ്മളിവിടെ നോക്കുന്നത്. നമ്മളെന്താ മൊത്തത്തിലുള്ള യൂട്ടിലിറ്റി കിട്ടും. മൊത്തത്തിൽ നമുക്ക് എത്ര യൂട്ടിലിറ്റി കിട്ടി, 50 കിട്ടി അല്ലേ. നമ്മുടെ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എത്രത്തോളം പറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം 50 യൂട്ടിലിറ്റി പറ്റിയിട്ടുണ്ട് അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ടോട്ടൽ യൂട്ടിലിറ്റി എന്നതാണ്, ടോട്ടൽ യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മിസ്സേ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അതായത് നോക്കിയേ, ഈ നമ്മൾ ആദ്യം മാംഗോ ബാർ കഴിച്ചു, മാംഗോ ബാർ കഴിച്ചത് നട്ടി ചോക്കോബാറിലേക്ക് വന്നപ്പോൾ എത്ര യൂട്ടിലിറ്റി കൂടി, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എത്ര ചേഞ്ച് വന്നു, 20 ചേഞ്ച് വന്നു അല്ലേ, 20 യൂട്ടിലിറ്റി ചേഞ്ച് വന്നു. അതേപോലെ നോക്കിയാൽ നട്ടി ചോക്കോബാർ കഴിച്ചിട്ട് വിശപ്പ് മാറിയില്ല. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോയി, നമ്മൾ സാധാ ചോക്കോബാറിലേക്ക് പോയി. ഇപ്പോൾ 30 ടോട്ടൽ യൂട്ടിലിറ്റി ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ 30 ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ എത്രയായി, 50 ടോട്ടൽ യൂട്ടിലിറ്റി ആയി അല്ലേ. അവിടെ എത്ര ചേഞ്ച് വന്നു, ഒരു 20 ചേഞ്ച് വന്നു അല്ലേ. അപ്പോൾ ഇത് നോക്കിയേ, നമ്മുടെ ഓരോ അഡീഷണൽ ഐസ്ക്രീം കൺസ്യൂം ചെയ്തപ്പോൾ, കഴിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിലുണ്ടായ ആ ഒരു മാറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് വിളിക്കുന്നത്.
സംഭവം അത്രയേ ഉള്ളൂ. നോക്കി, ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം ദി കൺസംഷൻ ഓഫ് ഗിവൺ എമൗണ്ട് ഓഫ് ഗുഡ്സ്. നമ്മൾ എന്താ മാംഗോ ബാർ കഴിച്ചു, നട്ടി ചോക്കോ ബാർ കഴിച്ചു, സാധാ ചോക്കോ ബാർ കഴിച്ചു. ഇത് മൂന്നും കഴിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ, അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ എന്ത് കഴിച്ചു? മാംഗോ ബാർ കഴിച്ചു, 10 യൂട്ടിലിറ്റി കിട്ടി. നട്ടി ചോക്കോ ബാർ കഴിച്ചു, 30 കിട്ടി. അപ്പൊ എന്താ ആ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടായ ആ ഒരു ചേഞ്ച്, ആ 20 ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി. നോക്കി, ചേഞ്ച് ഇൻ ദ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു ദ കൺസംഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി. അതിനെയാണ് എന്താന്ന് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ നോക്കിയാൽ നമ്മളോട് എക്സാമിന് നിങ്ങളോട് ചോദിക്കും കാൽക്കുലേറ്റ് MU എന്ന് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? കാൽക്കുലേറ്റ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറയും. നമുക്കറിയാം ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ, ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കമ്പയർ ചെയ്യാൻ, ആദ്യത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ അവിടെ നില്ലെന്നിടും, ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ നോക്കിയേ, നമ്മൾ രണ്ടാമത്തെ കഴിച്ചപ്പോൾ എത്ര കിട്ടി? ടോട്ടൽ യൂട്ടിലിറ്റി 18 കിട്ടി. അപ്പൊ നേരത്തെയുള്ള ടോട്ടൽ യൂട്ടിലിറ്റി ആയിട്ട് എന്താ? നമ്മളത് മൈനസ് ചെയ്യുക. 18 മൈനസ് 10 ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ആൻഡ് 24 മൈനസ് അടുത്ത് നമ്മൾ ഓരോന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ? അതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുക. ടോട്ടൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ ആ ഒരു ഐസ്ക്രീം കഴിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി നോക്കുക, അതിന് മുമ്പ് രണ്ടാമത്തെ കഴിച്ചപ്പോൾ നമുക്ക് എത്രയാണെന്ന് നോക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ചെയ്യുക. യെസ്, നോക്കി 6 ആണ് വരുന്നത്. ആൻഡ് 28 മൈനസ് 4 എത്രയാണ് വരുന്നത്? 24 വരുന്നത് എത്രയാ? 4 വരും. ആൻഡ് നോക്കിയേ, അഞ്ചാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 30 ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ എത്രയാണ് ചേഞ്ച് ചെയ്യുന്നത്? 2 ആണ്. ആൻഡ് ആറാമത്തെ നമ്മൾ വീണ്ടും കഴിച്ചപ്പോൾ എന്താ? ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ വിശപ്പ് പയ്യെ കെടാൻ തുടങ്ങി. അപ്പോൾ അവിടെ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. 30 മൈനസ് 30 0 ആണ് വരുന്നത്. ആൻഡ് ഏഴാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ എന്താ? നമ്മൾ ഛർദ്ദിച്ചാണ് കഴിച്ചത്. എന്താ സംഭവിച്ചത്? നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? -2 ആയിട്ട് ഇവിടെ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേ, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കൂടുമ്പോൾ എന്താ സംഭവിച്ചത് നോക്കിയേ. ടോട്ടൽ യൂട്ടിലിറ്റി ഇങ്ങനെ കൂടി വരുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിക്ക് എന്താ സംഭവിച്ചത്? ഇങ്ങനെ കുറഞ്ഞു വന്നു അല്ലേ? 18 8 24 6. നോക്കി, 18 24 24 28 28 30 8 6 6 4 4 2 അല്ലേ? അപ്പോൾ എന്താ സംഭവിച്ചത്? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു. ആൻഡ് നോക്കി, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തുമ്പോൾ എപ്പോഴാണ് നമുക്ക് മനസ്സിലായത്? 30 അഞ്ചാമത്തെ ഐസ്ക്രീം കഴിച്ചപ്പോൾ 30 ആയിരുന്നു, ആറാമത്തെ കഴിച്ചപ്പോൾ 30. മാക്സിമത്തിൽ എത്തി, ഇനിയും പോകത്തില്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി അല്ലേ? മാർജിനൽ യൂട്ടിലിറ്റി നോക്കിയേ 0 ആയി. ആൻഡ് നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമത്തിൽ എത്തി കഴിയുമ്പോൾ എന്താ? പിന്നെ ഡിക്ലൈൻ ആണ് സംഭവിച്ചത്. അങ്ങനെ ഡിക്ലൈൻ സംഭവിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് ഡിക്ലൈൻ സംഭവിച്ചപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവായി പോയി. ഓക്കെ, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി, നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റിയും കുറഞ്ഞു വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം കൺസ്യൂമിങ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി ഡിക്ലൈൻസ് ആസ് ഇറ്റ്സ് കൺസംഷൻ ഇൻക്രീസസ്. ഓരോ ഐസ്ക്രീം എക്സ്ട്രാ കൺസ്യൂം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റിയിൽ കുറവ് സംഭവിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു TU കൂടുമ്പോൾ MU എന്താ സംഭവിക്കുക? MU കുറഞ്ഞു വരും. TU മാക്സിമത്തിൽ എത്തുമ്പോൾ MU എന്താ സംഭവിക്കുക? MU നമ്മുടെ 0 ആവും അല്ലേ? MU 0 ആവും. മാക്സിമത്തിൽ എത്തുമ്പോൾ 0 ആവും. ആൻഡ് TU കുറയുമ്പോൾ എന്താ സംഭവിക്കുക? MU നെഗറ്റീവ് ആവും. ഓക്കെ, ഇത്രയും ഓർത്ത് വെക്കാൻ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. TUയും MUയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നതാണ് എന്ത്? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അവിടെ നമുക്ക് നമ്പേഴ്സിൽ മെഷർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ നമുക്ക് നമ്പേഴ്സിൽ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്ക് റാങ്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് എന്താ 2 ഗുഡ്സേ പറ്റത്തുള്ളൂ. അപ്പോൾ 2 ഗുഡ്സ് വരുമ്പോൾ ഒരെണ്ണം നിങ്ങൾ വിചാരിക്കുക നമ്മുടെ എന്താ റൈസും ഷുഗറും ആണെന്ന് ഒരു കൺസംഷൻ ബണ്ടിലുള്ളത്. ഒരെണ്ണത്തിലുള്ളത് നമ്മുടെ റൈസും വീറ്റും ആണ്. ഓക്കെ, ഒരെണ്ണത്തിലുള്ളത് റൈസും വീറ്റും ആണ്. ഒരെണ്ണത്തിലുള്ളത് മിൽക്കും റൈസും ആണ്. ഇങ്ങനെ വിചാരിക്കുക. ഇങ്ങനെ 3 ബണ്ടിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? നമ്മുടെ ഓരോ കൺസ്യൂമേഴ്സിനെയും പ്രിഫറൻസ് വെച്ച് നമുക്കിത് എന്താ റാങ്ക് ചെയ്യാം. മിസ്സിനോട് ചോദിക്കുകയാണെങ്കിൽ മിസ് പറയും ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് കൊടുക്കും? ഫസ്റ്റ് റാങ്ക് റൈസിനും ഷുഗറിനും കൊടുക്കും. സെക്കൻഡ് റാങ്ക് റൈസിനും മിൽക്കിനും കൊടുക്കും. തേർഡ് ആണ് നമ്മുടെ എന്തിനു കൊടുക്കുക? റൈസിനും വീറ്റിനും കൊടുക്കുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? നോക്കിയേ, കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. എന്താ ചെയ്യാൻ പറ്റുക? ഒന്നെങ്കിൽ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റാങ്ക് ചെയ്യാം. എന്തിനനുസരിച്ച്? പ്രിഫറൻസ്, ഓരോ ആൾക്കാരുടെയും പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇവിടെ 3 ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട്. 3 ഐസ്ക്രീം, ഇതിൽ ഏത് ഐസ്ക്രീം കഴിച്ചാലും നമുക്ക് എന്താ? സെയിം സാറ്റിസ്ഫാക്ഷൻ, സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ നമുക്കൊരു കേർവ് വരും. നമുക്കൊരു ഇങ്ങനെ എന്താ നമ്മുടെ ഒരു ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഒരു കേർവ് ഉണ്ടാവും. ഈ കേർവിലുള്ള
ഏത് ബണ്ടിൽ എടുത്തോട്ടെ ആ ബണ്ടിലെല്ലാം എന്താ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും തരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IC കർവ് അഥവാ ഇൻഡിഫറൻസ് കർവ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സിമ്പിൾ അല്ലേ? ദേ ഈ നോക്കി, ഈ ഒരു കർവിലുള്ള ഏത് ബണ്ടിൽ എടുത്തോട്ടെ, ഈ A എന്ന ബണ്ടിൽ എടുത്തോ B എന്ന ബണ്ടിൽ എടുത്തോ, നമുക്ക് എന്താ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും കിട്ടുക. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഇൻഡിഫറൻസ് കർവ് എന്നാണ് വിളിക്കുന്നത്. നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദ ബണ്ടിൽസ് ദാറ്റ് ഗീവ് ദ കൺസ്യൂമേഴ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ആൻഡ് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താ, ഇത് കോൺവെക്സ് ആണ്. നോക്കിയേ, ഇത് കോൺവെക്സ് ടു ദി ഒറിജിൻ അല്ലേ? നോക്കിയേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു മാറ്റമാണ് അല്ലേ? എന്തുകൊണ്ട്? എന്താണ്? ഇത് കോൺവെക്സ് ഷേപ്പിലാണുള്ളത്. നമ്മുടെ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ഷേപ്പിലാണുള്ളത്. അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നമ്മൾ ഇനി എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എന്താ? 15 കിലോയെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെക്കുകയാണെങ്കിൽ, നമ്മുടെ അച്ഛൻ അമ്മയോട് അച്ഛൻ ഇങ്ങനെ നമ്മളോട് വിളിച്ച് ചോദിക്കുമല്ലോ, എന്താണ് ഇന്ന് അരിയാണോ പഞ്ചസാര എത്ര കിലോയാ വേണ്ടെന്നൊക്കെ ചോദിച്ചു വെക്കുമല്ലോ. അപ്പൊ നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ ഇന്ന് വണ്ടി എടുക്കാണ്ടാ പോയി. അപ്പൊ തന്നെ തൂക്കി പിടിച്ചുകൊണ്ട് വരേണ്ടതുകൊണ്ട് അമ്മ പറഞ്ഞു, എന്നാ ശരി രണ്ടും കൂടെ 15 കിലോയ്ക്ക് മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ എന്താ, നമ്മുടെ അമ്മ പറഞ്ഞു, ഒരു A എന്ന ബണ്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു, അരി ഒരു 5 കിലോയും പഞ്ചസാര ഒരു 10 കിലോയും മേടിച്ചോളാൻ പറഞ്ഞു. ഇതൊരു ബണ്ടില്. അതിന് നമ്മുടെ അമ്മ പിന്നെ പറഞ്ഞു, എന്താ പറഞ്ഞത്, നമുക്ക് 15 കിലോയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 15 കിലോയിൽ കൂടുതൽ അച്ഛനെ കൊണ്ട് ചുമപ്പിക്കാൻ അമ്മയ്ക്ക് മനസ്സനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്താ, B എന്ന ബണ്ടിൽ എടുത്തപ്പോൾ എന്ത് പറഞ്ഞു, അമ്മ പറഞ്ഞു, എന്നാൽ ശരി അരി കുറച്ച് കുറവാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യും, 6 കിലോ അരിയും മേടിച്ചോ, 9 കിലോ പഞ്ചസാരയും മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എന്താ, നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഒരു മാറ്റവും വരാൻ പാടില്ല. കാരണം നമ്മുടെ അച്ഛൻ അത്രയും പൊക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്, അഥവാ MRS എന്ന് വിളിക്കും. അതായത് നമ്മുടെ ഇപ്പൊ അരിയുടെ 1 കിലോ കൂടുതൽ മേടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പഞ്ചസാര എടുത്തു, പഞ്ചസാരേന്റെ 1 കിലോ കൂടുതൽ മേടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, അരിയുടെ 1 കിലോ വേണ്ടെന്ന് വെക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? അങ്ങനെയെങ്കിൽ നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി 15 കിലോ ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ആ സെയിം ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ. യെസ്, നോക്കിയേ, ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വൺ ഗുഡ് ഫോർ അനദർ സോ ദാറ്റ് ദ ടോട്ടൽ യൂട്ടിലിറ്റി റിമൈൻസ് ദ സെയിം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് MRS എന്ന്. അപ്പൊ നമ്മൾ ഓരോ അഡീഷണൽ യൂണിറ്റ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ കുറഞ്ഞു വരികയല്ലേ, അല്ലെ? ഒരെണ്ണത്തിന്റെ അഡീഷണൽ യൂണിറ്റ് കുറഞ്ഞു വരികയാണ്. അപ്പൊ എന്താ സംഭവിക്കും, നമ്മുടെ MRSൽ ഡിക്ലൈൻ ഉണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കിയേ, ദ ടെൻഡൻസി ഫോർ ദി MRS ടു ഫോൾ, MRSന് എന്ത് സംഭവിക്കും, കുറവ് സംഭവിക്കും, വിത്ത് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വൺ ഗുഡ്. ഒരു ഗുഡിന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ മറ്റൊരു ഗുഡ് കുറഞ്ഞു വരും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ MRSും കുറഞ്ഞു വരും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഇവിടെ മിസ് നമ്മുടെ ഒരു വാനില ഐസ്ക്രീമും ഉണ്ട്, അതേപോലെ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമും ഉണ്ട്. അപ്പോൾ മിസ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ തരാം. 2 ഓപ്ഷൻ തരാണ്. A എന്ന ബണ്ടിലും തരുന്നുണ്ട്, B എന്ന ബണ്ടിലും നിങ്ങൾക്ക് തരുന്നുണ്ട്. A എന്ന ബണ്ടിലുണ്ട്, B എന്ന ബണ്ടിലുണ്ട്. A എന്ന ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വാനിലയും കിട്ടും, ഒരു 5 ചോക്ലേറ്റും കിട്ടും. ആൻഡ് B എന്ന ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 വാനിലയും കിട്ടും, 5 ചോക്ലേറ്റും കിട്ടും. നിങ്ങൾ ഏതായിരിക്കും ഇതിൽ ചൂസ് ചെയ്യുക? ഓഫ് കോഴ്സ് നമ്മൾ ഏതാ, A എന്ന ബണ്ടിലേ ചൂസ് ചെയ്യത്തുള്ളൂ. കാരണം എന്താ, A എന്ന ബണ്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വാനിലയും കിട്ടും, 5 ചോക്ലേറ്റ് ഐസ്ക്രീമും കിട്ടും, അല്ലേ? പക്ഷെ B എന്ന ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 വാനിലേ കിട്ടത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, A എന്ന ബണ്ടിൽ ചൂസ് ചെയ്യത്തുള്ളൂ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മോണോടോണിക് പ്രിഫറൻസ്. എന്താണ് മോണോടോണിക് പ്രിഫറൻസ്? സിമ്പിൾ കാര്യമാണ്, പക്ഷെ പേര് വരുമ്പോൾ കണ്ടോ, മോണോടോണിക് പ്രിഫറൻസ് കേൾക്കുമ്പോൾ പേടിച്ചു പോയി, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ ഓർത്ത് ഇരിക്കരുത്. സിമ്പിൾ സാധനമാണ്, ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിപ്പോൾ നോക്കിയേ, 10 രൂപയാണ് നമ്മുടെ A എന്ന ബണ്ടിൽ. 2 വാനിലയും കിട്ടും, 5 ചോക്ലേറ്റും കിട്ടും. 10 രൂപ തന്നെയാണ് ഒരു വാനിലയ്ക്കും 5 ചോക്ലേറ്റിനും. ഓഫ് കോഴ്സ് നമ്മൾ ഏതാ മേടിക്കുന്നത്, A എന്ന ബണ്ടിലേ മേടിക്കത്തുള്ളൂ. കാരണം എന്താ, രണ്ടിടത്തും പ്രൈസ് സെയിം ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ എനി 2 ബണ്ടിൽസ്, 2 ബണ്ടിൽസ് ഉള്ളപ്പോൾ മാത്രമാണ് ദ കൺസ്യൂമർ പ്രിഫേഴ്സ് ദ ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി അതർ ഗുഡ്സ് and no less of the other goods as compared to the other bundles. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മോണോടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്താന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് എന്താ, ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. IC1 വരാം, IC2 വരാം, IC3 വരാം. ഇനി ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവ് നമ്മുടെ ഒരു ഗ്രാഫിൽ വരും. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഇൻഡിഫറൻസ് മാപ്പ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്? ഒരു ഗ്രാഫിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവ്, IC കർവ്സ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ഇനി എക്സാമിന് ചോദിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മിസ് പറയാൻ പോകുന്നത്. മിസ് ഇവിടെ സ്റ്റാർ ചെയ്ത് വെക്കുകയാണ്, ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. നോക്കിയേ, 4 മാർക്സിന് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് എങ്ങനെയായിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതി വെക്കുക, കോൺവെക്സ് ടു ദി ഒറിജിൻ. ഇൻഡിഫറൻസ് കർവ് ഈസ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് എഴുതി വെക്കുക. അതൊന്ന് എഴുതാമല്ലോ? യെസ്, എഴുതാം.
പിന്നെന്താ ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്ന് എഴുതി വെക്കുക. എവിടുന്ന് തൊട്ട് എവിടം വരെയാ, നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്നും കൂടി എഴുതി വെക്കാം. നോക്കിയേ, ഇവിടെ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ താഴോട്ടാ വരുന്നത് അല്ലെ, റൈറ്റിലേക്ക് ഇങ്ങനെ പോവുകയാണ് ആര്, നമ്മുടെ ഇൻഡിഫറൻസ് കർവ്. അപ്പോൾ രണ്ടെണ്ണമായ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് എഴുതുക, കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് എഴുതുക. പിന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോക്കി ഇവിടെ മിസ് 3 ബണ്ടിൽസ് കൊടുത്തിട്ടുണ്ട്. നോക്കി IC1, IC2, IC3, ഇത് നമ്മുടെ ഇൻഡിഫറൻസ് മാപ്പ് ആയല്ലേ. ഇപ്പോൾ നോക്കി IC1, IC2, IC3, ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നമ്മുടെ ഈ IC3 ആണ്. കാരണം എന്താ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോക്കി ഇവിടെ 3 ബണ്ടിൽസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് റൈസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, ഇത് നമ്മുടെ റൈസ് ആണെന്ന് വിചാരിക്കുക, ഇത് നമ്മുടെ ഷുഗർ ആണെന്ന് വിചാരിക്കുക. 1 കിലോ അരിയും കിട്ടും, 10 കിലോ പഞ്ചസാരയും കിട്ടും. അടുത്ത ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 2 കിലോ അരിയും കിട്ടും, 10 കിലോ പഞ്ചസാരയും കിട്ടും. മൂന്നാമത്തെ ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ 3 കിലോ അരിയും കിട്ടും, 10 കിലോ പഞ്ചസാരയും കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഏത് ബണ്ടിലായിരിക്കും മക്കളെ? ഓഫ് കോഴ്സ് C എന്ന ബണ്ടിലായിരിക്കും അല്ലേ. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് വേറൊരു സംഭവം എന്ന് വെച്ചാൽ എന്താ, 2 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടത്തില്ല. നമ്മൾ പറഞ്ഞു നമ്മുടെ ഒന്നിൽ കൂടുതൽ ഇൻഡിഫറൻസ് കർവ് ഒരു ഇതിൽ തന്നെ വരുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, IC1, IC2, IC3. പക്ഷെ എന്താ, ഒരു ഇൻഡിഫറൻസ് കർവ് മറ്റൊരു ഇൻഡിഫറൻസ് കർവിനെ ഇങ്ങനെ കൂട്ടിമുട്ടത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ? കോൺവെക്സ് ടു ദി ഒറിജിൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് എഴുതുക. 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ, ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അത്രയും സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നതാണ് കൺസ്യൂമർ ബഡ്ജറ്റ്. ഇത്രയും വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമൊന്നും അറിയാം. ഓക്കെ, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കയ്യിൽ എന്താ, നമുക്ക് 2 ഗുഡ്സേ മേടിക്കാൻ പറ്റത്തുള്ളൂ. റൈസും ഷുഗറും ആണെന്ന് തന്നെ വിചാരിക്കുക. ഈ റൈസും ഷുഗറും മേടിക്കാൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മണി, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കൺസ്യൂമർ ബഡ്ജറ്റ് ഈസ് എമൗണ്ട് ഓഫ് മണി അവൈലബിൾ വിത്ത് കൺസ്യൂമേഴ്സ് ഫോർ സ്പെൻഡിങ് ഓൺ 2 ഗുഡ്സ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 2 ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബഡ്ജറ്റ് ഉണ്ട്. ബഡ്ജറ്റ് സെറ്റും ഉണ്ട്, അതേപോലെ നമുക്കുണ്ട് എന്താ, ബഡ്ജറ്റ് ലൈനും ഉണ്ട്. ഇങ്ങനെ 2 എണ്ണമാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എന്താണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് നോക്കാം. ഒരു കൺസ്യൂമറിന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിൽസും, ആ ബണ്ടിൽസിനെ എല്ലാം നമ്മൾ എന്താ വിളിക്കുന്നത്, ബഡ്ജറ്റ് സെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ 1000 രൂപയും സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ 900 രൂപ സ്പെൻഡ് ചെയ്താൽ മതി, ചിലപ്പോൾ 800 സ്പെൻഡ് ചെയ്താൽ മതി, ബാക്കി നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റ് സെറ്റിന്റെ ഇക്വേഷൻ വരുന്നത് P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു M എന്നായിരിക്കും വരിക. M എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. P1 എന്ന് വെച്ചാൽ എന്താ, പ്രൈസ് ഓഫ് ഗുഡ് വൺ. X1 എന്ന് വെച്ചാൽ എന്താ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് വൺ. പ്ലസ് P2 എന്താണ്, പ്രൈസ് ഓഫ് ഗുഡ് ടു. X2 എന്ന് പറഞ്ഞാൽ എന്താ, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് ടു. ഈസ് ഗ്രേറ്റർ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു M എന്ന് വരും. അതായത് എന്താ, നമുക്ക് നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, 1000 രൂപ സ്പെൻഡ് ചെയ്യാം. ചിലപ്പോൾ എന്താ 1000 കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, 1000 കാരണം നമ്മുടെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. 1000 രൂപ സ്പെൻഡ് ചെയ്യാം, 900 സ്പെൻഡ് ചെയ്യാം, 500 സ്പെൻഡ് ചെയ്യാം, 800 സ്പെൻഡ് ചെയ്യാം, എത്ര വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ബണ്ടിൽസും ചിലപ്പോൾ നമുക്ക് എന്താ 900, 100 ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താ 800, 200 ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. 500, 500 ഇവിടെ നമ്മൾ മൊത്തം യൂട്ടിലൈസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യാം, 500, 400, ബാക്കി 100 രൂപ എന്താ നമ്മൾ സേവ് ചെയ്യും. പിന്നെന്താ 400, 400 ബാക്കി 200 രൂപ എന്താ നമുക്ക് സേവ് ചെയ്യാം. ഇങ്ങനെയാണ് സംഭവം എന്ന് പറയുന്നത്. ഇതാണ് ബഡ്ജറ്റ് സെറ്റ്. ഇനി ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 1000 രൂപയുണ്ട്, 1000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യാണ്. അതാണ് സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ബണ്ടിൽസ് ഓർ കോമ്പിനേഷൻ ദാറ്റ് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ കൺസ്യൂമേഴ്സ് ഇൻകം. കൺസ്യൂമറിന്റെ ഇൻകം കംപ്ലീറ്റ് നമ്മൾ നേരത്തെ അങ്ങ് സ്പെൻഡ് ചെയ്യാണ്. ആൻഡ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ നോക്കുകയാണെങ്കിൽ എന്താ, നെഗറ്റീവ് സ്ലോപ്പിംഗ് ആണ്. അപ്പോൾ ഇതിന് ഇക്വേഷൻ ഉണ്ട് എന്താ, P1x1 പ്ലസ് P2x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു M ആയിരുന്നു നമ്മുടെ ബഡ്ജറ്റ് സെറ്റിൽ ഉണ്ടായിരുന്നു. ബഡ്ജറ്റ് ലൈനിൽ വരുമ്പോൾ എങ്ങനെയാ, മൊത്തം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്താ, ഈസ് ഈക്വൽ ടു M എന്ന് വരും. നോക്കിയേ, ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് എന്ന് ബഡ്ജറ്റ് ലൈനിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ നെഗറ്റീവ് സ്ലോപ്പിംഗ് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ നോക്കിയാൽ ബഡ്ജറ്റ് ഇത് നോക്കുമ്പോൾ അതിൻ്റെ ഇത് നമ്മുടെ ഗ്രാഫ് നോക്കുമ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ ഗുഡ് വൺ വരും, വൈ ആക്സിസിൽ ഗുഡ് ടു വരും. ആൻഡ് എക്സ് ആക്സിസിൽ മുട്ടുന്ന ആ ഒരു പോയിന്റ്, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ മുട്ടുന്ന ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്നത് M/P1 അഥവാ നമ്മൾ എന്ത് വിളിക്കും, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കും. എന്താണ്, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് M/P1 എന്ന് ആ ഒരു സൈൻ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ ഒരു പോയിന്റിൽ ഗുഡ് വൺ മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ആൻഡ് നോക്കി M/P2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഗുഡ് ടു മാത്രമേ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതാണ് സംഭവം എന്ന് പറയുന്നത്. യെസ്, നോക്കിക്കോളൂ, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്.
നമുക്കറിയാം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് HI എന്ന് നമുക്ക് എഴുതാം ഇസിക്വൽ ടു M/P1. ഇതിന്റെ ഇക്വേഷൻ ഇതായിരിക്കും, എക്സാമിന് ചോദിക്കും. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാൻ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താ? M/P2 ആണ്. ഓക്കെ, അപ്പോൾ അതേ നോക്കിയേ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് പറയുക എന്താ പറഞ്ഞിരിക്കുന്നത്? എയിൽ പറഞ്ഞേക്കുക ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണുക. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ എന്താ? M/P1 ആണ് അല്ലേ. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താണ്? M/P2 ആണ്. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 3x1 പ്ലസ് 4x2 ഇസ് ഇക്വൽ ടു 12. 12 ആണ് നമ്മുടെ M എന്ന് നമുക്കറിയാം അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? P1x1 പ്ലസ് P2x2 ഇസ് ഇക്വൽ ടു M എന്നാണല്ലോ. അപ്പോൾ നമുക്ക് M തന്നിട്ടുണ്ട് 12. P1 എത്രയാണ്? 3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താ? 4 ആണ്. ആൻഡ് നോക്കിയേ 12 തന്നെയാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. P2 എത്രയാണ്? 4. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് 3 ആണ്. ആൻഡ് ബി പാർട്ടിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ്. ഡ്രോ ദ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഗുഡ് വൺ അല്ലേ. ഇവിടെ എക്സ് ആക്സിസിൽ ഗുഡ് വണ്ണും വൈ ആക്സിസിൽ ഗുഡ് ടു. ഗുഡ് വൺ എത്രയാണ് നോക്കിയേ? നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമുക്ക് 4 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 1 2 3 4 5 വരെ എഴുതാം. ഇവിടെ നമുക്കൊരു 1 2 3 4 5 വരെ നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് നമ്മൾ പോകുമ്പോൾ M/P1 അല്ലേ. അപ്പോൾ ഇവിടെ 4 മാർക്ക് ചെയ്യുക. ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റിൽ 3 ആണ്, 3 മാർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഇക്വേഷൻ എഴുതി വെക്കുക. ഈ ഇക്വേഷൻ എഴുതി വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ എഴുതി വെക്കുക. 3x1 പ്ലസ് 4x2 ഇസ് ഇക്വൽ ടു 12 എന്ന് എഴുതി വെക്കുക. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടത്തുള്ളൂ. സിമ്പിൾ അല്ലേ? യെസ്. ഇനി സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ -P1 ഡിവൈഡ് ബൈ P2 എന്നാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതി നോക്കാം. നോക്കി, -P1 ഡിവൈഡ് ബൈ P2. പ്രൈസ് ഓഫ് ഗുഡ് വൺ എത്രയാണ്? 3 ആണ്. പ്രൈസ് ഓഫ് ഗുഡ് ടു എത്രയാണ്? 4 ആണ്. അപ്പോൾ എന്താ? 3 ഡിവൈഡ് ബൈ 4 -3 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 0.75 ആണ് ഇടുന്നത്. അതിൻ്റെ മുമ്പേ ആയിട്ട് ഒരു നെഗറ്റീവും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ദ ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റിൽ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരാം? 2 ചേഞ്ചസേ വരത്തുള്ളൂ. കാരണം എന്താ? അതിലാകെ ഇൻകം പ്രൈസ് മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നോക്കി, P1x1 പ്ലസ് P2x2 അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു M. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ എന്തൊക്കെയുണ്ട്? ഇൻകം ഉണ്ട്, പ്രൈസും ഉണ്ട്. ക്വാണ്ടിറ്റി പിന്നെ നമുക്ക് തരുന്നില്ല. അപ്പോൾ എന്താ? ഇൻകത്തിൽ ചേഞ്ച് വരുമ്പോൾ എന്താ? ഒന്നെങ്കിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. പ്രൈസിലും എന്താ? പ്രൈസ് ഓഫ് ഗുഡ് വണ്ണും ഉണ്ട്, ഗുഡ് ടു ഉണ്ട്. അപ്പോൾ അതിൽ കൂടാം കുറയാം അല്ലേ. അപ്പോൾ ഇൻകം നോക്കുവാണെങ്കിൽ എന്താ? ചേഞ്ച് ഇൻ ഇൻകം വരുമ്പോൾ ഇൻക്രീസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻക്രീസ് ആകുമ്പോൾ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്താ? നമ്മൾ മേടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും അല്ലേ. ഇൻകം ഡിക്രീസ് ആകുമ്പോൾ എന്താ? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കുറയും. അത്രയേ ഉള്ളൂ. ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ് വണ്ണും പ്രൈസ് ഓഫ് ഗുഡ് ടു. ഗുഡ് വണ്ണിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അത് മേടിക്കുന്നതിൻ്റെ അളവ് കുറയും അല്ലേ. അതിൻ്റെ മേടിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും അല്ലേ. എങ്ങോട്ടാ? ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആൻഡ് പ്രൈസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കൂടും. അപ്പോൾ എന്താ? റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഗുഡ് ടൂവിലും. എന്താണ്? നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗുഡ് ടു വരുമ്പോൾ എന്താ? ഇതാണ് നമ്മുടെ ഗുഡ് വൺ എന്ന് പറയുന്നത് അല്ലേ. താഴെയാണ് നമ്മുടെ ഗുഡ് വൺ, ഇവിടെയാണ് നമ്മുടെ ഗുഡ് ടു. അപ്പോൾ ഗുഡ് ടുവിന് വരുമ്പോൾ ഇവിടെ ആയിരിക്കും ചേഞ്ച് വരിക. ഗുഡ് ടുവിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കുറയും, ലെഫ്റ്റിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ഗുഡ് ടുവിൻ്റെ പ്രൈസ് കുറയുമ്പോൾ നമ്മൾ മേടിക്കുന്നതിൻ്റെ അളവ് കൂടും. അങ്ങനെ അത് റൈറ്റിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ സംഭവം. ആൻഡ് ഇത് നിങ്ങളോട് 4 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് ചോദിക്കും. ഒന്നുമില്ല, നമ്മുടെ ബഡ്ജറ്റ് ലൈനും അതേപോലെ നമ്മുടെ ഇൻഡിഫറൻസ് കർവും ടാൻജൻ്റ് ആവുന്ന പോയിന്റ്, കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ്, ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ മിസ് ഇതേ നോക്കിയേ, മിസ് ഒന്ന് വരച്ച് കാണിക്കാം ആദ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ബഡ്ജറ്റ് ലൈനും അതേപോലെ നമ്മുടെ ഈ ഇൻഡിഫറൻസ് കർവും വന്നിട്ട് ഇവിടെ ഒരു കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്ന് നോക്കിയാൽ നമുക്ക് IC 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് IC 3 ആണ്. പക്ഷേ എന്താ? നമ്മുടെ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷേ അത് അതിന് മേലെ പോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് നമുക്കത് കൊക്കിനൊതുങ്ങി നോക്കിയാൽ പോരെ. യെസ്, മതി. അപ്പോൾ നോക്കിയേ, നമുക്കിങ്ങനെ 3 പോയിന്റ് തന്നിട്ടുണ്ട്. D എന്നും E എന്നും C എന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ? IC 1ലാണ് നമ്മൾ D എന്ന പോയിന്റും C എന്ന പോയിന്റും ഉള്ളത്. പക്ഷേ IC 2ലാണ് E എന്ന പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു എന്താ? ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. അതുകൊണ്ടാണ് E എന്ന പോയിന്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പോയിന്റ് ആയി. നോക്കിയേ, കൺസ്യൂമർ അറ്റൈൻസ് ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് വേർ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ഇൻഡിഫറൻസ് കർവ്. ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ, ഒരു കൺസ്യൂമറിന് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് നീങ്ങുകയാണ്. വാട്ട് ഈസ് ഡിമാൻഡ്? എന്തായിരിക്കും മക്കളെ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സാധനം കാണുമ്പോൾ അത് മേടിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകത്തില്ലേ?
ഒരു ഡിസയർ. ആ ഡിസയറും പിന്നെന്താ എബിലിറ്റി ടു പേ. ആഗ്രഹം മാത്രം പോരാ, മേടിക്കാനുള്ള കാശും കയ്യിൽ വേണം അല്ലേ. യെസ്, എബിലിറ്റി ടു പേ. എന്നിട്ട് ഈ ഡിസയറും ചിലപ്പോൾ എന്താ നമുക്കിത് നമ്മളിപ്പം നോക്കിയാൽ ഒരു ഐഫോണൊക്കെ മേടിക്കാന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ എന്താ നമുക്കത് മേടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മുടെ പൈസ ഇല്ല. ഓക്കെ, പക്ഷെ നമ്മൾ ജോലിക്കൊക്കെ കയറി നമുക്ക് പൈസ കിട്ടി, നമുക്ക് പൈസ കൊടുക്കാനും പറ്റും, നമുക്ക് അതിനോടുള്ള ആഗ്രഹം പോയിട്ടും ഇല്ല. അങ്ങനെ നമ്മൾ മേടിക്കുന്ന ക്വാണ്ടിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി ഓഫ് ദി കമ്മോഡിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. സിമ്പിൾ. നോക്കിയേ, ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ആൻഡ് ഇസ് ഏബിൾ ടു അഫോർഡ് ഗിവൺ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യാൻ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഐഫോൺ നോക്കുക, ഐഫോണിൻ്റെ റേറ്റ് ആദ്യം നമ്മൾ നോക്കും, പ്രൈസ് നോക്കും. ഇനി ഈ പ്രൈസ് കുറയോ കൂടുമോ എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് നമ്മൾ നോക്കും അല്ലേ. നമ്മൾ റിലേറ്റഡ് ഗുഡ്സിൻ്റെ പ്രൈസ് നോക്കും, സാംസങ്ങിൻ്റെ നോക്കും, S23 അൾട്രയുടെ പ്രൈസ് നോക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കും അല്ലേ. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താ, പ്രൈസ് ഓഫ് ദി ഗുഡ് നമ്മൾ നോക്കും അല്ലേ. ഐഫോണിൻ്റെ പ്രൈസ് നമ്മൾ നോക്കി, പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്സ് നമ്മൾ നോക്കി. അപ്പോൾ സാംസങ്ങിന് ഐഫോണിന് വില കുറവാണ്, പിന്നെ സാംസങ് എടുത്താലോ നമ്മളിങ്ങനെ വിചാരിക്കും. പിന്നെ നമ്മൾ എന്താ നോക്കുന്നത്, ഇൻകം നമ്മൾ നോക്കും. നമ്മുടെ വരുമാനം നമ്മൾ വിചാരിച്ച അത്ര ഇല്ലെങ്കിൽ നമ്മൾ അപ്പോൾ കാലത്തേക്ക് ഐഫോൺ വേണ്ടെന്ന് വെക്കും. ആൻഡ് നമ്മളെന്താ നോക്കുന്നത്, ലാസ്റ്റ് നമ്മളെന്താ ഇതിപ്പം സാംസങ്ങിനാണ് വില കുറവെങ്കിലും നമ്മളെന്താ ചെയ്യുന്നത്, ഐഫോണാണ് നമുക്ക് ഇഷ്ടം, അതുകൊണ്ട് നമ്മളെന്താ ഐഫോണെ ചൂസ് ചെയ്തുള്ളൂ. അതാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഡിമാൻഡും അതേപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് തമ്മിലൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന്. അതായത് ഡിമാൻഡിന് നമ്മൾ നോക്കി ക്യൂ എന്ന് കൊടുക്കും, ക്യൂ ഇസിക്കൽ ടു എഫ് ഓഫ് പി കോമ പി ആർ കോമ എം കോമ ടി. ഇതാണ് നമ്മുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡും ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസും, ഇതാണ് നമ്മുടെ ഡിമാൻഡിൻ്റെ ഡിറ്റർമിനൻസ് ആണ് ഇത്. ഇത് രണ്ടിലും എന്തുണ്ട്, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന്. ഓക്കെ, യെസ്. ആൻഡ് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമാൻഡ്. വാട്ട് ഇസ് ലോ ഓഫ് ഡിമാൻഡ്? വെൻ പ്രൈസ് ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്, വെൻ പ്രൈസ് ഡിക്രീസസ് ഡിമാൻഡ് ഇൻക്രീസസ്. നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ആര് തമ്മിൽ, പ്രൈസും ഡിമാൻഡ് തമ്മിൽ. എപ്പോഴാണ്, വെൻ അതർ തിങ്സ് റിമൈൻ കോൺസ്റ്റന്റ് അല്ലെ, വെൻ അതർ തിങ്സ് ബീങ് ഈക്വൽ. യെസ്, അതാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇനി നോക്കുന്നത് എന്താണ്, ഡിമാൻഡ് കർവ് എന്നാണ് നോക്കുന്നത്. ഒന്നുമില്ല, നോക്കിയേ, ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. നമ്മുടെ പ്രൈസും അതേപോലെ ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. നോക്കിയേ, നമ്മുടെ പ്രൈസ്, ക്വാണ്ടിറ്റി, ഡിമാൻഡ്. പ്രൈസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, ഡിമാൻഡ് കൂടും. അതേസമയം പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഡിമാൻഡ് കുറയും. ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതാണ് ഡിമാൻഡ് കർവ്. ആൻഡ് നോക്കിയേ, നമ്മൾ പറഞ്ഞു ഡിമാൻഡ് നമ്മൾ എന്താ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് കണ്ടു. ഇനി ഒരു കമ്മോഡിറ്റി നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, നമുക്ക് സെയിം കാര്യങ്ങൾ തന്നെയാണ്, എന്തൊക്കെയാണെന്ന് നോക്കാം. യെസ്, നമ്മുടെ പ്രൈസ് ഉണ്ട്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ഉണ്ട്, ഇൻകം ഉണ്ട്, ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട്. യെസ്, അപ്പോൾ പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി നോക്കുമ്പോൾ എന്താ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അത്രേ ഉള്ളൂ സംഭവം, നമ്മളെ ലോ ഓഫ് ഡിമാൻഡ് പോലെ തന്നെ. ആൻഡ് അടുത്ത് നോക്കിയാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് നോക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ 2 കാറ്റഗറീസ് ഉണ്ട്. എന്തൊക്കെയാ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെന്ററി ഗുഡ്സും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്ന്. ചായ, കാപ്പി. ചായയുടെ വില ഇപ്പോൾ കൂടിയെന്ന് വിചാരിക്കുക, 1 രൂപ കൂടി, നമ്മളൊരു 10 രൂപ കൂടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ചായയുടെ ഡിമാൻഡ് കുറയും. പക്ഷെ എന്തിൻ്റെ ഡിമാൻഡ് ആയിരിക്കും അവിടെ കൂടുക, കാപ്പിയുടെ ഡിമാൻഡ് കൂടും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ. ആൻഡ് മക്ഡിയിൽ നമ്മൾ പോകും, മക്ഡിയിൽ ബർഗറിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ എന്താ സംഭവിക്കുക, മക്ഡിയിലെ ഡിമാൻഡ് കുറയും, മക്ഡിയിലെ ബർഗറിൻ്റെ ഡിമാൻഡ് കുറയും. പക്ഷേ ഇവിടുത്തെ ബർഗറിൻ്റെ ഡിമാൻഡ് ആയിരിക്കും കൂടുക, ബർഗർ കിങ്ങിലെ ഡിമാൻഡ് കൂടും. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എന്താ കണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കണ്ടു. ഇനിയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്, 1 for other. അതായത് ഒന്നില്ലാണ്ട് ഒന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തേ ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ബ്രെഡിൻ്റെ റേറ്റ് കൂടി, അപ്പോൾ എന്തിൻ്റെ ഡിമാൻഡ് ആയിരിക്കും കുറയുക, ജാമിൻ്റെ ഡിമാൻഡ് കുറയും. കാരണം എന്താ, ജാം വെറുതെ നമ്മൾ കഴിക്കുമോ, ഇല്ല, ബ്രെഡ് ഉണ്ടെങ്കിലേ നമ്മൾ കഴിക്കത്തുള്ളൂ. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്ത്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകം അനുസരിച്ച് നമ്മൾ ഗുഡ്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ ഗുഡ്സും ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സും ഉണ്ട്. നോർമൽ ഗുഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐഫോൺ എടുത്തുകൊള്ളുക. നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ഐഫോൺ മേടിക്കാനുള്ള ഡിമാൻഡും കൂടും അല്ലേ. ഇപ്പം നമ്മുടെ ഇൻകം ഒരു 25,000 രൂപയായിരുന്നു, 25,000 രൂപയിൽ നിന്ന് പെട്ടെന്ന് നമുക്കൊരു 50,000 രൂപയായി നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്താ, നമുക്കിത് മേടിക്കാനുള്ള ഡിമാൻഡും ഭയങ്കരമായിട്ട് കൂടും. ആൻഡ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് പണ്ട് എന്താ 25,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ, പിന്നെ നമ്മളപ്പോൾ ഓർത്തു, എന്നാൽ ശരി, ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്തേക്കാം, ഉള്ള പൈസ വെച്ച് നമുക്ക് എടുത്തേക്കാം എന്ന് വിചാരിക്കും. പെട്ടെന്നാണ് നമ്മുടെ ഇൻകം എത്ര കൂടിയത്, 50,000 ആയിട്ട് കൂടിയത്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി സെക്കൻഡ് ഹാൻഡ് കാർ ആരും മേടിക്കത്തില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇൻകം കൂടിയപ്പോൾ എന്തിൻ്റെ ഇത് കൂടി, ഇൻകം കൂടിയപ്പോൾ നമ്മുടെ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് എന്ത്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഒന്നുമില്ല, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കൂടുമ്പോൾ
ഡിമാൻഡും കൂടും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറയുമ്പോൾ ഡിമാൻഡ് കുറയും. അത്രയേ ഉള്ളൂ സംഭവം. ആൻഡ് നമ്മുടെ ബഡ്ജറ്റ് സെറ്റിലെ ചേഞ്ചസ് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നതാണ് ഡിമാൻഡ് കർവിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കുന്നത്. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവും ഉണ്ട്, അതേപോലെ ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് ഉണ്ട്. മൂവ്മെന്റ് വരുമ്പോൾ എന്താ, പ്രൈസ് ഫാക്ടേഴ്സ് മാത്രമേ മാറത്തുള്ളൂ. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റിയും പ്രൈസ് ഓഫ് ദി റിലേറ്റഡ് ഗുഡ്സിലും മാത്രമേ ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. ആൻഡ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ് വരുമ്പോൾ എന്തൊക്കെയാ, നമ്മുടെ എന്താണ് ഇൻകം ഓഫ് ദി കൺസ്യൂമറിൽ മാറ്റം ഉണ്ടാവും, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലും കാര്യമൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാം. മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് നോക്കുവാണെങ്കിൽ അവിടെ എക്സ്പാൻഷനും ഉണ്ട്, കോൺട്രാക്ഷനും ഉണ്ട്. എക്സ്പാൻഷൻ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും, ഇങ്ങോട്ടൊരു ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ. ആൻഡ് കോൺട്രാക്ഷൻ നോക്കുമ്പോൾ പ്രൈസ് കൂടി, അപ്പോൾ എന്താ സംഭവിച്ചത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു നമുക്ക് കാണാൻ സാധിച്ചു. ഓക്കെ, അതാണ് മൂവ്മെന്റ് അലോങ് ദി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നതാണ് ഷിഫ്റ്റ് ഓഫ് ദി ഡിമാൻഡ് കർവ്. അതായത് ഡിമാൻഡ് കർവിൽ തന്നെ മാറ്റം ഉണ്ടാവുക. നമ്മുടെ ഡിമാൻഡ് കർവിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിച്ചത്, പ്രൈസിൽ മാറ്റമൊന്നുമില്ല അല്ലെ. മറ്റിടത്ത് പ്രൈസിലാണ് മാറ്റം മെയിനായിട്ട് വരുന്നത്. ഇവിടെ എന്താണ്, പ്രൈസിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി അല്ലെ. നമ്മളിപ്പം നമ്മുടെ ഡിമാൻഡ് കർവ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, പ്രൈസിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. ആൻഡ് നമ്മുടെ ഡിമാൻഡ് കർവ് ഡിക്രീസ് ആയപ്പോൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. അത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചു വെക്കാം. ആൻഡ് അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്, എന്താണ് ഈ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡയറി മിൽക്ക് മേടിച്ചു. ആ ഡയറി മിൽക്ക് നമ്മൾ മാത്രമാണ് മേടിക്കുന്നത്, അല്ല, ഒരുപാട് ആൾക്കാർ മേടിക്കും അല്ലേ, ഒരുപാട് ആൾക്കാർ മേടിക്കും. ഇതിൻ്റെയൊക്കെ ടോട്ടൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ എ മാർക്കറ്റ് ആർ വില്ലിംഗ് ടു ബൈ അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗീവൺ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ആൻഡ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പയ്യെ കിടക്കുകയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സാധനങ്ങളുടെ വില കൂടും കുറയും അല്ലെ. ആ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന ആ ഒരു ചേഞ്ച്, ആ ഒരു റെസ്പോൺസീവ്നെസ്, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഐഫോണിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടി, അപ്പോൾ ഓഫ് കോഴ്സ് എന്താ സംഭവിക്കുക, അതിൻ്റെ ഡിമാൻഡ് കുറയും. പക്ഷേ ഒരു മരുന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയോ, ഇല്ല, കുറയത്തില്ല. നമ്മളത് മേടിച്ചിരിക്കണം, നമുക്ക് ആവശ്യമുള്ളതാണ് നമ്മൾ മേടിച്ചിരിക്കും. അതാണ് സംഭവം. നോക്കിയേ, ആസ് എ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. നമുക്ക് 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. ടൈപ്സ് നമുക്ക് 5 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് വന്നിട്ട് ചോദിക്കും, അതിൻ്റെ പേര് എഴുതാൻ പറയും, അല്ലാണ്ടും ചോദിക്കും. ഫസ്റ്റ് വണ്ണാണ് നമ്മുടെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ED = 1. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ 1 = 1 ആയിരിക്കും. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഡിമാൻഡ്, നമ്മുടെ പ്രൈസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ട്, ചെറിയ ചേഞ്ചോ വലിയ ചേഞ്ചോ വന്നിട്ട്, ആ സെയിം ചേഞ്ച് തന്നെ നമ്മുടെ ഡിമാൻഡിലും വരും. ആൻഡ് അടുത്ത് നോക്കിയേ, ഇലാസ്റ്റിക് ഡിമാൻഡ് ED > 1 ആണ്. അതായത് നമ്മുടെ പ്രൈസിലൊരു ചെറിയ ചേഞ്ച് വന്നോട്ടെ, എന്താണ്, ഡിമാൻഡിൽ 1 ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് അടുത്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ED = ഇൻഫിനിറ്റി എന്നാണ് പറഞ്ഞത്. ഡിമാൻഡിൽ ഒരു ചെറിയ പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നോട്ടെ, ഡിമാൻഡിൽ ഭയങ്കരമായിട്ട്, അതായത് ഇൻഫിനിറ്റ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ടീയുടെ പ്രൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ ടീന്ന് നേരെ കോഫിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് ഇൻഇലാസ്റ്റിക് നോക്കി, ED <1, പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് വന്നോട്ടെ, ഡിമാൻഡിൽ ഒത്തിരി ചേഞ്ച് വരത്തില്ല, ചെറിയൊരു ഫ്ലക്ച്വേഷൻ മാത്രമേ വരത്തുള്ളൂ. ആൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പ്രൈസ് എങ്ങനെ എത്ര വേണേൽ കൂടിക്കോട്ടെ, പക്ഷെ ഡിമാൻഡിൽ ഒരു മാറ്റം വരില്ല. ഓക്കെ, ഡിമാൻഡിൽ ഒരു മാറ്റം, നമ്മളത് എത്രയാണെങ്കിലും മേടിക്കും. മരുന്നിൻ്റെയൊക്കെ കേസ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. പെർസെൻറ്റേജ് മെത്തേഡ് ഉണ്ട്, മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ് ഉണ്ട്, ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഇങ്ങനെ 4 മെത്തേഡ്സ് ആണുള്ളത്. ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നമ്മുടെ പെർസെൻറ്റേജ് മെത്തേഡാണ്. അപ്പോൾ പെർസെൻറ്റേജ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ Q, അതായത് ഡെൽറ്റ എന്ന് വെച്ചാൽ ചേഞ്ച് ആണല്ലോ, ചേഞ്ച് ഇൻ ഡിമാൻഡ്, ആൻഡ് ഡെൽറ്റ P എന്ന് വെച്ചാൽ എന്താണ്, ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. ആൻഡ് P എന്ന് വെച്ചാൽ പ്രൈസ്, ഫസ്റ്റ് പ്രൈസും, Q എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിമാൻഡുമാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, പ്രൈസ് ഓഫ് എ പെട്രോൾ ഇൻക്രീസ് ഫ്രം 60 to 70 ആൻഡ് ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 100 to 80, decreases from 100 to 80 liters. Calculate price elasticity of demand എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ Q നോക്കിയേ, ഡെൽറ്റ Q ഡിമാൻഡ് എത്രയായി, 100-ൽ നിന്ന് 80 ആയിട്ട് കുറഞ്ഞു, അപ്പോൾ നമുക്ക് 20 ആണ് നമ്മുടെ ഡെൽറ്റ Q. ആൻഡ് ഡെൽറ്റ P നോക്കിയേ, 60-ൽ നിന്ന് 70 ആയിട്ട് കൂടി അല്ലേ, അപ്പോൾ എന്താ സംഭവിച്ചത്, 10 ആണ് നമ്മുടെ ഡെൽറ്റ P എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ഡെൽറ്റ Q = 20 / 10 എന്ന് എഴുതും, ഇൻറ്റു P. ആദ്യത്തെ പ്രൈസ്, പെട്രോളിൽ ആദ്യത്തെ ഇൻക്രീസോ ഡിക്രീസോ ആകുന്നതിന് മുമ്പ് ആദ്യത്തെ പ്രൈസ് എത്രയാണ്, 60 ആണ്, ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഡിമാൻഡ് എത്രയാണ്, 100 ആണ്, ഡിവൈഡഡ് ബൈ 100 ചെയ്യും. അപ്പോൾ എന്താ, 2 × 0.6 വരും. അപ്പോൾ എത്രയാ, 1.2 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ED
ഗ്രേറ്റർ ദാൻ 1 ആണ്. അതുകൊണ്ട് എന്താണ്, ഇത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, 4 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അടുത്താണ് എന്താ, മെഷർമെന്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവിന്റെ കാര്യം നോക്കാം. അപ്പോൾ നമ്മൾ നോക്കും ED = -BP ഡിവൈഡഡ് ബൈ A - BP. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇഫ് പ്രൈസ് ഇൻ ദ ലീനിയർ ഡിമാൻഡ് കർവ് Q = 20 - 2P, അതായത് Q = A - BP, അതാണ് നമ്മുടെ ഈ Q = 20 - 2P എന്ന് തന്നേക്കുന്നത്. നമ്മളോട് പറഞ്ഞേക്കുന്നത് പ്രൈസും തന്നിട്ടുണ്ട്. പ്രൈസ് എത്രയാണ് തന്നേക്കുന്നത്, 5 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഇക്വേഷൻ എന്താണ്, ED = -BP ഡിവൈഡഡ് ബൈ A - BP എന്നാണ്. അപ്പോൾ A എത്രയാണ് തന്നിട്ടുണ്ട്, 20 ആണ്. ആൻഡ് നമ്മുടെ B എത്രയാണ്, 2 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ എഴുതാൻ പോകണം -2 × P എത്രയാണ്, 5 ആണ്, ഡിവൈഡ് ബൈ 20 - -2 × 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ എത്രയാണ്, നമ്മൾ എഴുതും -10 ഡിവൈഡ് ബൈ 20 - 10 എന്ന് വരും. ആൻഡ് എന്താണ്, -10 ഡിവൈഡ് ബൈ 10 എത്രയാണ്, 1 വരും. അപ്പം നമ്മൾ എന്താണ്, ED = 1 ആണ് നമ്മുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അല്ലേ. ഇതൊരു സോറി ഇത് -1 ആണ്. ഇവിടെ മൈനസ് കണ്ടില്ല. അപ്പോൾ എന്താണ് സംഭവം വരുന്നത്, മൈനസ് വരുമ്പോൾ ഇതെന്താണ്, ED <1 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. എന്താണ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ആൻഡ് അടുത്താണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റി. ഒന്നുമില്ല, സംഭവം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. എന്താണ്, ലോവർ സെഗ്മെന്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഇവിടെ മിസ് ഒരു ഗ്രാഫ് വരച്ചുതരാം. ഗ്രാഫിൽ നോക്കി, ഇവിടെ നമുക്ക് A എന്ന പോയിന്റും ഉണ്ട്, B എന്ന പോയിന്റും ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ C എന്ന പോയിന്റാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്, നമ്മൾ എഴുതും C = ലോവർ സെഗ്മെന്റ് ആണ് ആദ്യം നോക്കുന്നത്, CA ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെന്റ് CB. ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇനി ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നോക്കി, ഇവിടെ 10 എന്ന് എടുക്കാം, ഇവിടെ 15 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ CA എത്രയാണ്, 10 ആണ്. 10 ഡിവൈഡഡ് ബൈ 15 നമ്മൾ ചെയ്യും. അങ്ങനെ നമുക്ക് ഇവിടെ ആൻസർ എടുക്കാം. അപ്പോൾ നമ്മൾ ആൻസർ എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 0.666 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ എന്താണ്, ED <1 ആണ്. അതുകൊണ്ട് ഇതും എന്താണ്, ഇൻഇലാസ്റ്റിക് ആണ്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് ആണ് എന്ത്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഒന്നുമില്ല, ED = എന്താണ്, P × Q എന്ന് വരും. യെസ്, P എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ആണ്, P എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് ആണ്, Q എന്ന് പറയുന്നത് നമ്മുടെ ഡിമാൻഡ് ആണ്. ഒന്നുമില്ല, ഇത് രണ്ടും അങ്ങോട്ട് ഇൻഡു ചെയ്യും. അതാണല്ലോ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു സംഭവത്തിൻ്റെ എത്ര ചിലവായെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൈസ് ഇൻറ്റു ഡിമാൻഡ് ചെയ്യും അല്ലേ. നോക്കിയാൽ 11 × 6 നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടുക, 66 വരും. 11 × 6 ചെയ്യും. 12 × 5 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 60 ആണ് വരുന്നത്. ആൻഡ് 15 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 60 ആണ്. ആൻഡ് 22 × 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 66 കിട്ടും. ഇത്രയും സിമ്പിളാണ് സാധനം എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ലാസ്റ്റ് സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമ്മുടെ ഡിമാൻഡ്, ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് നിങ്ങളുടെ എക്സാമിന് 2 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നോക്കിയേ, നേച്ചർ ഓഫ് ദി പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ്, നമുക്ക് പല ടൈപ്സ് ഓഫ് ഗുഡ്സ് ഉണ്ട് അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. അതിൻ്റെ ഓരോ നേച്ചർ അനുസരിച്ചിരിക്കും എന്താ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എന്താ, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അതിന് എത്ര പകരക്കാരനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇൻകം ഒരു വലിയ ഫാക്ടറാണ്. ആൻഡ് പ്രൈസ് അല്ലേ, പ്രൈസ് ഓഫ് ദി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, ടൈം പീരിയഡ്. ഇതിലൊരു 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അത്യാവശ്യം ലെങ്തി ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ആയി പോയത്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് ഉടനെ വരും.